നമസ്കാരം, എല്ലാവർക്കും പ്ലസ് ടു സ്റ്റഡി മെറ്റീരിയൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ജാതി സമ്പ്രദായത്തെക്കുറിച്ച്, അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ എന്താണ് കാസ്റ്റിൻ്റെ പ്രത്യേകത എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. കാസ്റ്റിൻ്റെ വ്യക്തമായൊരു ഡെഫിനിഷനുണ്ട്. കാസ്റ്റ് refers to a set of hierarchically ordered social categories laid down in ധർമ്മസൂത്രാസ് ആൻഡ് ധർമ്മശാസ്ത്രാസ്. ധർമ്മസൂത്രങ്ങളിലും ധർമ്മശാസ്ത്രങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലൂടെ, അല്ലെങ്കിൽ ഈ രണ്ടും ബ്രാഹ്മൺസ് കൊണ്ടുവന്ന സിസ്റ്റമാണ് നമുക്കറിയാം. ധർമ്മസൂത്രങ്ങളിലും ധർമ്മശാസ്ത്രാസിലും പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ എന്തെന്നാണ് നമ്മൾ കാസ്റ്റിനെ കുറിച്ച് പറയുന്നത്. ഈ രണ്ട് പുസ്തകങ്ങളിലൂടെ നമ്മൾ എന്താണ് കാസ്റ്റ് എന്നാണ് നമ്മൾ വ്യക്തമാക്കുന്നത്. കാസ്റ്റ് refers to a set of hierarchically ordered social categories. എന്താണ് ഹയറാർക്കിക്കലി ഓർഡേഡ് സോഷ്യൽ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാതി സമ്പ്രദായം എന്ന് പറയുന്നത് ഒരു ഹയറാർക്കിയാണ്. ഹയറാർക്കി എന്ന് വെച്ചാൽ എന്താണ്, ഒരു തട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന സിസ്റ്റമാണ്. അങ്ങനെയുള്ള ഒരു സോഷ്യൽ കാറ്റഗറീസ് സമൂഹത്തെ പല പല തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ലേഡ് ഡൗൺ ഇൻ ധർമ്മശാസ്ത്രാസ് ആൻഡ് ധർമ്മസൂത്രാസ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹയറാർക്കിക്കലായിട്ടുള്ള സോഷ്യൽ കാറ്റഗറീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കാസ്റ്റ് എന്ന് വിളിക്കുന്നത്. സമൂഹത്തിൽ വ്യക്തികളെ എന്താണ് സമ്പ്രദായത്തെ നമ്മൾ പല പല തട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സിസ്റ്റമാണ് എന്തെന്ന് പറയാം, കാസ്റ്റ് എന്ന പേരിൽ വിളിക്കുന്നത്. ഇതിനകത്താണ് പറയുന്നത് ധർമ്മസൂത്രാസിലും ധർമ്മശാസ്ത്രാസിലും പറയുന്ന സോഷ്യൽ കാറ്റഗറീസ്. അതിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഹയറാർക്കിക്കലി ഓർഡേഡ്. ഹയറാർക്കിക്കലി ഓർഡർ എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പ് തൊട്ട് ഏറ്റവും താഴേക്ക് തട്ടുകളായിട്ട് തിരിക്കുന്നതിന് നമ്മൾ ഹയറാർക്കി എന്ന് പറയുന്നത്. ആ ഹയറാർക്കിക്കലി ആയിട്ട് ഓർഡർ ചെയ്തിരിക്കുന്ന സോഷ്യൽ കാറ്റഗറീസ്, സമൂഹത്തിലുണ്ടായിരുന്ന തട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ ഏത് പേര് വിളിക്കുന്നത്, കാസ്റ്റ് എന്ന പേരിൽ വിളിക്കുന്നത്. ബ്രാഹ്മണാസ് ക്ലെയിംഡ് ദാറ്റ് they were placed themselves on the top and Shudras at the bottom. കുറേ കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞത്, കാസ്റ്റ് സിസ്റ്റം ഈ പറയുന്ന ധർമ്മസൂത്രാസിലും ധർമ്മശാസ്ത്രത്തിലും പറയുന്നത് ചാതുർവർണ്ണയ സമ്പ്രദായം എന്നാണ്. നിങ്ങൾ കേട്ട് കാണാം. ചാതുർവർണ്ണയ സമ്പ്രദായം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വർണ്ണങ്ങളായിട്ട് സൊസൈറ്റിയെ തിരിച്ചിട്ടുണ്ട്. സമൂഹത്തെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്, 4 വർണ്ണങ്ങൾ, 4 ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ബ്രാഹ്മൺസ് ഏറ്റവും ടോപ്പ് കാറ്റഗറി എന്ന് പറയുന്നത് ബ്രാഹ്മൺസും, ഏറ്റവും ലോവസ്റ്റ് ഏറ്റവും ബോട്ടമിൽ നിൽക്കുന്ന ആൾക്കാർ ശൂദ്രാസുമാണ്. അല്ലെ, ബ്രാഹ്മൺസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ് എന്ന് പറയുന്ന 4 കാറ്റഗറി ആയിട്ടാണ് നമ്മുടെ സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കാസ്റ്റിന്റെ ബേസിൽ ഏൻഷ്യന്റ് ഇന്ത്യൻ സൊസൈറ്റിയെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് ദാറ്റ് സിസ്റ്റം ഇസ് നോൺ ഓഫ് ചാതുർവർണ്ണയ സിസ്റ്റം. ആ സിസ്റ്റത്തെയാണ് നമ്മൾ ചാതുർവർണ്ണയ സമ്പ്രദായം എന്ന് പറയുന്നത്. ചാതുർ എന്ന് വെച്ചാൽ 4 കാസ്റ്റ് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ബ്രാഹ്മൺസ്, ക്ഷത്രിയാസ്, വൈശ്യാസ് ആൻഡ് ശൂദ്രാസ്. അതിൽ ബ്രാഹ്മൺസ് ക്ലെയിംഡ്, ഇതെല്ലാം എഴുതി ഉണ്ടാക്കുന്ന ബ്രാഹ്മണന്മാരാണ്. അപ്പോൾ ബ്രാഹ്മൺസ് എന്ത് ക്ലെയിം ചെയ്യുന്നുണ്ട്, ദേ പ്ലേസ്ഡ് ദംസെൽസ് ഓൺ ദ ടോപ്പ്. ഏറ്റവും മുകളിലത്തെ കാറ്റഗറിയിൽ ഏറ്റവും ടോപ്പിലിരിക്കുന്ന കാറ്റഗറി ആരാണ്, ബ്രാഹ്മൺസ്. അതിൻ്റെ താഴെ ക്ഷത്രിയാസ്, അതിൻ്റെ താഴെ വൈശ്യാസ്, അതിൻ്റെ താഴെ ശൂദ്രാസ്. ദ ബ്രാഹ്മൺസ് ക്ലെയിംഡ് ദാറ്റ് ദിസ് ഓർഡർ വാസ് ഡിവൈൻലി ഓർഡൈൻഡ്. ബ്രാഹ്മൺസ് പറയുന്നത് വെച്ചാൽ ഇത് ദൈവികമായിട്ടുള്ള ദൈവമായിട്ട് ഉണ്ടാക്കിയൊരു സിസ്റ്റമാണ്. അത് ഇതേപോലെ തന്നെ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. ബ്രാഹ്മൺസ് പറയുന്നത് ഐഡിയൽ ഒക്കുപ്പേഷൻസ് ആസ് laid down in ധർമ്മസൂത്രാസ് ആൻഡ് ധർമ്മശാസ്ത്രാസ്. ഈ ധർമ്മശാസ്ത്രാസിൽ പറയുന്ന ഐഡിയൽ ഒക്കുപ്പേഷൻസ്, ഓരോ കാസ്റ്റ് ഗ്രൂപ്പും ജനിക്കുമ്പോൾ തന്നെ എന്താണ് ഓരോ കാസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ബൈ ബർത്ത് ആണ്. ബൈ ബർത്ത് എന്ന് വെച്ചാൽ ജനിക്കുമ്പോൾ തന്നെ എന്താണ് ഓരോ കാസ്റ്റ് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവർക്കൊരു ഐഡിയൽ ഒക്കുപ്പേഷനും കൊടുത്തിട്ടുണ്ട്. ഐഡിയൽ ഒക്കുപ്പേഷൻ എന്ന് വെച്ചാൽ അവർ ചെയ്യേണ്ട ജോലി, ഇതല്ലാതെ വേറൊരു ജോലിയും അവർക്ക് ചെയ്യാൻ റൈറ്റില്ല. ദ ധർമ്മസൂത്രാസ് ആൻഡ് ധർമ്മശാസ്ത്രാസ് described the rules about the ideal occupation of the 4 categories or varnas. 4 വർണ്ണങ്ങളിൽ ചാതുർവർണ്ണത്തിൽ പറഞ്ഞ 4 കാറ്റഗറീസിന് ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയെന്നാണ് ഇത് പറയുന്നത്. ധർമ്മശാസ്ത്രയും ധർമ്മസൂത്രയും പറയുന്നുണ്ട്. ബ്രാഹ്മണാസ് were supposed to study and teach the Vedas. ബ്രാഹ്മണസ് എന്താ ചെയ്യണം, സ്റ്റഡി ആൻഡ് ടീച്ച് ദ വേദാസ്. വേദങ്ങൾ പഠിക്കുകയും ചെയ്യണം, അത് പഠിപ്പിക്കുകയും ചെയ്യണം. പെർഫോം സാക്രിഫൈസസ്, യാഗങ്ങളും യജ്ഞങ്ങളും നടത്തണം. ആൻഡ് ഗെറ്റ് സാക്രിഫൈസസ് പെർഫോംഡ്, ഗിവ് ആൻഡ് റിസീവ് ഗിഫ്റ്റ്. ഇതൊക്കെ ചെയ്യുമ്പോൾ പെർഫോം സാക്രിഫൈസസ് അല്ലെങ്കിൽ യജ്ഞങ്ങൾ നടത്തണം. ആൻഡ് ഗെറ്റ് സാക്രിഫൈസസ് പെർഫോംഡ് ആൻഡ് ഗിവ് ആൻഡ് റിസീവ് ഗിഫ്റ്റ്. അതിനോടൊപ്പം എന്താണ് ഇവർ സാക്രിഫൈസ് നടത്തുകയും വേണം. ഇതാണ് സാക്രിഫൈസുകൾ. ഈ രാജാക്കന്മാരൊക്കെ എന്തെങ്കിലും സാക്രിഫൈസ് നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് തീരുമാനിക്കുക, അത് നടത്തി കൊടുക്കുകയും വേണം. സ്വന്തമായിട്ട് എന്ത് ചെയ്യും ചെയ്യണം, സാക്രിഫൈസ് നടത്തുകയും വേണം. ഗിവ് ആൻഡ് റിസീവ് ഗിഫ്റ്റ്, ദാനങ്ങൾ കൊടുക്കുകയും ചെയ്യണം, ഗിഫ്റ്റുകൾ വാങ്ങുകയും ചെയ്യണം. ഇതൊക്കെയാണ് ആരുടെ ജോലി, ബ്രാഹ്മൺസിൻ്റെ ജോലി. ബ്രാഹ്മൺസിൻ്റെ ജോലി എന്തൊക്കെയാണ്, വേദങ്ങൾ പഠിക്കുക, പഠിപ്പിക്കുക, പിന്നെ എന്താണ് സ്വന്തമായിട്ട് യാഗങ്ങൾ നടത്തുക, രാജാക്കന്മാർക്ക് യാഗങ്ങൾ നടത്തി കൊടുക്കുക, ഗിഫ്റ്റുകൾ വാങ്ങുക, ഗിഫ്റ്റുകൾ കൊടുക്കുക. ഇതെല്ലാം ബ്രാഹ്മണന്റെ ജോലികളാണ്. ക്ഷത്രിയാസ് നോക്കുക,
ദേ വർ ടു എൻഗേജ് ഇൻ വാർഫെയർ. പ്രധാനപ്പെട്ട ജോലി എന്താണ്? വാർഫെയർ, യുദ്ധം ചെയ്യുക. പ്രൊട്ടക്റ്റ് പീപ്പിൾ ആൻഡ് അഡ്മിനിസ്റ്റർ ജസ്റ്റിസ്, ജനങ്ങളെ സംരക്ഷിക്കുക, ജസ്റ്റിസിനെ, നീതിന്യായ വ്യവസ്ഥയെ അതിനെ ഭരിക്കുക. സ്റ്റഡി ദ വേദാസ്, അവർ വേദങ്ങൾ പഠിക്കുക. ഗെറ്റ് സാക്രിഫൈസസ് പെർഫോംഡ് ആൻഡ് മേക്ക് ഗിഫ്റ്റ്, യാഗങ്ങൾ നടത്തുക, ഗിഫ്റ്റുകൾ നടത്തുക. അതായത് ബ്രാഹ്മിൻസിന് എന്ത് ചെയ്യുക? മാക്സിമം ഗിഫ്റ്റ് കൊടുക്കുക. യാഗങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ധാരാളം ഗിഫ്റ്റ് കൊടുക്കാറുണ്ടോ? നമ്മൾ പറയുമ്പോൾ ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊന്നുമല്ല. ചിലപ്പോഴെന്ന് വെച്ചാൽ യാഗം നടത്തുന്ന ആ ഒരു വ്യക്തിക്ക് പശുക്കൾ, ഗോദാനം നടത്താറുണ്ട്, പശുക്കളെ കൊടുക്കാറുണ്ട്, ഇതിന് ക്യാഷ് കൊടുക്കാറുണ്ട്, ലാൻഡ് കൊടുക്കാറുണ്ട്. അതൊന്നും ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ഒന്നുമില്ല, നല്ല എമൗണ്ടിൽ നല്ല ക്വാണ്ടിറ്റിയിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ കൊടുക്കുക. അതൊക്കെ ക്ഷേത്രത്തിൻ്റെ ഡ്യൂട്ടീസ് ആണെന്നാണ് പറയുന്നത്. ദെൻ ദ തേർഡ് കാറ്റഗറി വൈശ്യ, ദേ വർ എക്സ്പെക്റ്റഡ് ടു ഗിവ് ഗിഫ്റ്റ്, അവരും ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു കാറ്റഗറിയാണ്. ഗെറ്റ് സാക്രിഫൈസസ് പെർഫോംഡ്, അവർക്കും എന്ത് ചെയ്യാം? സാക്രിഫൈസുകൾ നടത്താം. ആൻഡ് സ്റ്റഡി വേദാസ്, വേദങ്ങൾ പഠിക്കാം. ഇൻ അഡീഷൻ ടു എൻഗേജിങ് അഗ്രികൾച്ചർ, പാസ്റ്ററലിസം ആൻഡ് ട്രേഡ്. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, പാസ്റ്ററലിസം, ട്രേഡ്, കൃഷി, കന്നുകാലിവളർത്തൽ, കച്ചവടം. അതിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് കച്ചവടമാണ്. അപ്പോൾ ട്രേഡ് കാറ്റഗറി ഉണ്ട്, ദെൻ അഗ്രികൾച്ചർ, പാസ്റ്ററലിസം തുടങ്ങിയ കാര്യങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന സാക്രിഫൈസ് നടത്തുക, ബ്രാഹ്മിൻസിന് ഗിഫ്റ്റുകൾ കൊടുക്കുക, വേദങ്ങൾ പഠിക്കുക, ഇതൊക്കെയാണ് അവരുടെ ജോലി. ഈ 3 കാറ്റഗറിയിലുള്ള ആൾക്കാരുടെയും ജോലികൾ ചെയ്യുക. ശൂദ്രാസ് വെയർ അസൈൻഡ് ടു ദി ജോബ് ഓഫ് സെർവിങ് ദി 3 ഹയർ വർണ്ണാസ്. ഈ ആദ്യത്തെ 3 ഗ്രൂപ്പിനെ ക്ഷത്രിയ, വൈശ്യ, ബ്രാഹ്മിൻസ്, ക്ഷത്രിയ, വൈശ്യ, ഈ പറയുന്ന 3 ഗ്രൂപ്പിൻ്റെയും എല്ലാ ജോലികളും ചെയ്തു കൊടുക്കേണ്ട ആരുടെ ഡ്യൂട്ടിയാണ്? ശൂദ്രാസിൻ്റെ ഡ്യൂട്ടിയാണ്. അയാൾക്ക് വേദങ്ങൾ പഠിക്കാനുള്ള റൈറ്റില്ല, പിന്നെ സാക്രിഫൈസസ് പെർഫോം ചെയ്യാനുള്ള റൈറ്റില്ല, അങ്ങനെ ഒരു കാര്യങ്ങളുമില്ല. അവരുടെ ഒറ്റ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 3 കാറ്റഗറിപ്പെടുന്ന ആൾക്കാരെ സെർവ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നമ്മൾ നോക്കുന്നത് സ്ട്രാറ്റജീസ് ഡെവലപ്ഡ് ബൈ ദ ബ്രാഹ്മിൻസ് ടു എൻഫോഴ്സ് ദ വർണ്ണ സിസ്റ്റം. ഈ വർണ്ണ സമ്പ്രദായം അതിനെ എൻഫോഴ്സ് ചെയ്യാനായിട്ട്, ഊട്ടിയുറപ്പിക്കാനായിട്ടല്ല, അതിനെ ബലപ്പെടുത്താൻ, അതിനൊരു സ്ട്രെങ്ത് കൊടുക്കാനായിട്ട് ബ്രാഹ്മിൻസ് എന്തൊക്കെ സ്ട്രാറ്റജീസാണ് കൊണ്ടുവന്നത്, എന്തൊക്കെ മെത്തേഡ്സാണ് സ്വീകരിച്ചതെന്നാണ് പറയുന്നത്. They asserted that the Varna order was of divine origin. അവരാദ്യമായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ വർണ്ണ സമ്പ്രദായം എന്ന് വെച്ചാൽ ഡിവൈൻ ഒറിജിൻ ആണെന്നാണ്. ഡിവൈൻ ഒറിജിൻ വെച്ചാൽ ദൈവീകമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അന്നത്തെ ഒരു സൊസൈറ്റിയിലാണെങ്കിൽ ദൈവത്തിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവം പറയുന്നതിന് അല്ലെങ്കിൽ ദൈവകോപം ഉണ്ടാവുമെന്ന് വിളിച്ചിട്ട് ആൾക്കാർ ദൈവത്തെ ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്തിരുന്നില്ല. ദൈവത്തെ ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടെ കണ്ടിട്ടൊരു ജനസമൂഹമാണ് നമുക്ക് ഏൻഷ്യൻ്റ് ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഡിവൈൻ ഒറിജിൻ എന്ന് പറയുന്ന പേരിൽ ആൾക്കാരെ ഒരുപാട് നാൾ കബളിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് നാൾ ഈ പറയുന്ന ഡിവൈൻ ഒറിജിൻ എന്ന് പറഞ്ഞ സിദ്ധാന്തന്മാർ ഉപയോഗിച്ചു, ബ്രാഹ്മിൻസ് ഉപയോഗിച്ചു. ദേ അഡ്വൈസ്ഡ് കിങ്സ് ടു എൻഷുർ ദാറ്റ് ദീസ് നോംസ് വെയർ ഫോളോഡ് വിത്തിൻ ദെയർ കിങ്ഡം. ഈ ധർമ്മസൂത്ര, ധർമ്മശാസ്ത്രാസ്ത്രം വളരെ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടല്ലേ, ബ്രാഹ്മിൻസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ, പെർട്ടിക്കുലർലി ബ്രാഹ്മിൻസിന് വേണ്ടി ഉണ്ടാക്കിയ കോഡ് ഓഫ് കണ്ടക്റ്റാണ്. അത് അവർ ആർക്ക് വേണ്ടി അപ്ലൈ ചെയ്യിച്ചു? ജനറലായിട്ട് സൊസൈറ്റിക്ക് വേണ്ടി അവർ അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ് ചെയ്തത്. ചുരുക്കം പറഞ്ഞാൽ ഇവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തെങ്കിലും അവർ അതിലൂടെ ക്ഷത്രിയാസിനെയും വൈശ്യാസിനെയും ശൂദ്രാസിനെയും എല്ലാം അവരുടെ കൺട്രോളിൽ കൊണ്ടുവരുന്നതിന് ശ്രമിക്കുകയാണ് ചെയ്തതെന്ന് പറയാം. സോ ദേ അഡ്വൈസ്ഡ് കിങ്സ് ടു എൻഷുർ ദാറ്റ് ദീസ് നോംസ് വെയർ ഫോളോഡ് വിത്തിൻ ദെയർ ടെറിട്ടറി. അവരുടെ രാജ്യത്തിനകത്തല്ലെങ്കിൽ അവരുടെ പ്രദേശങ്ങൾക്കകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ നോംസ് എല്ലാം കറക്റ്റായിട്ട് പാലിപ്പിക്കപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് അവർ രാജാവിനെ അഡ്വൈസ് ചെയ്തു. ദേ അറ്റംപ്റ്റ് ടു പെർസ്യൂഡ് പീപ്പിൾ ദാറ്റ് ദെയർ സ്റ്റാറ്റസ് വാർ ഡിറ്റർമൈൻഡ് ബൈ ബർത്ത്. അവർ ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതെന്ന് വെച്ചാൽ ജനങ്ങളുടെ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെയും സ്റ്റാറ്റസ്, ഈ ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര തുടങ്ങിയ 4 ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഈ പറയുന്ന ഗ്രൂപ്പുകളിൽ പെടുന്ന ആൾക്കാരെല്ലാം their status was determined by birth. അവരുടെ എല്ലാം സമൂഹത്തിലുള്ള സ്റ്റാറ്റസിനെ തീരുമാനിക്കുന്ന ജനനം, അല്ലെങ്കിൽ അവർ ജനിച്ച കാസ്റ്റ് ഗ്രൂപ്പാണ്. ഇപ്പോൾ ബ്രാഹ്മൺ, ക്ഷത്രിയ ഗ്രൂപ്പുകളിൽ, അല്ലെങ്കിൽ വൈശ്യ ഗ്രൂപ്പിൽ ജനിക്കുന്ന ആൾക്കാർക്ക്, ബ്രാഹ്മൺ ഗ്രൂപ്പിൽ ജനിക്കുന്ന ആൾക്കാർക്ക് ആ കുട്ടിക്ക് ഹൈ സ്റ്റാറ്റസ് ആണ് സൊസൈറ്റിയിൽ. ക്ഷത്രിയസിനാണെങ്കിൽ അതിൻ്റെ കുറച്ചൊരു ചെറിയ സ്റ്റാറ്റസ്, അതിനടുത്ത വൈശ്യാസ് വന്നിട്ട് അവർക്ക് അവരുടെ സ്റ്റാറ്റസ്. ശൂദ്രാസ് ആണെങ്കിൽ നമ്മൾ ഒട്ടും സ്റ്റാറ്റസ് ഇല്ലാത്ത, അല്ലെങ്കിൽ മോശപ്പെട്ട സ്റ്റാറ്റസ്. അങ്ങനെ ആ സ്റ്റാറ്റസിനെ എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്ന, അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? അവരുടെ ബർത്താണെന്നാണ് പറയുന്നത്. ദേ റീഇൻഫോഴ്സ്ഡ് ദീസ് നോംസ് ബൈ സ്റ്റോറീസ് ടോൾഡ് ഇൻ മഹാഭാരത ആൻഡ് അതർ ടെക്സ്റ്റ്. ഈ പറയുന്ന കാര്യങ്ങൾ ഊട്ടിയുറപ്പിക്കാനായിട്ട്, ഇതിനെ കൂടുതൽ ശക്തമാക്കാനായിട്ട് അവരെന്ത് ചെയ്യപ്പെട്ടു? ദേ റീഇൻഫോഴ്സ്ഡ് ദീസ് നോംസ് ബൈ സ്റ്റോറീസ് ടോൾഡ് ഇൻ മഹാഭാരത ആൻഡ് അതർ ടെക്സ്റ്റ്. മഹാഭാരതയിലോ അല്ലെങ്കിൽ മറ്റുള്ള പുസ്തകങ്ങളിലോ പറയുന്ന സ്റ്റോറീസിനെ അവർ ഇതിനെ ഇതിൻ്റെ തെളിവുകളായിട്ട് എന്ത് ചെയ്യുകയും ചെയ്തു?
അവർ കൊണ്ടുവരികയും ചെയ്തു. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാൽ ഏകലവ്യൻ്റെ സ്റ്റോറി ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. പഞ്ചപാണ്ഡവരായിരുന്ന പാണ്ഡവരും കൗരവരും എന്ത് ചെയ്യുന്നു, ദ്രോണാചാര്യൻ എന്ന് പറഞ്ഞൊരു ആളുടെ കീഴിൽ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ കീഴിൽ എന്താണ് ഈ പറയുന്ന ശിഷ്യത്വം സ്വീകരിക്കുകയും അവരാണ് അദ്ദേഹമാണ് ഇവരെ ട്രെയിൻ ചെയ്യിക്കുന്നത്. ആ സമയത്തുണ്ടായിരുന്ന സൊസൈറ്റിയിലെ ഏറ്റവും ലോ ക്ലാസ് അല്ലെങ്കിൽ ശൂദ്ര കാറ്റഗറിപ്പെടുന്ന ഒരാളാണ് ഏകലവ്യൻ. ഏകലവ്യനുമായിട്ട് എന്താണ് ഈ പറയുന്ന ദ്രോണാചാര്യമായിട്ട് ഒരു അദ്ദേഹത്തെ ഗുരുവായിട്ട് സങ്കല്പിച്ചിട്ടുണ്ട്. അന്നത്തെ ഒരു സൊസൈറ്റിയിൽ ഈ പറഞ്ഞ ഏകലവ്യന് ദ്രോണറുടെ നേരിട്ടുള്ള ഒരു ശിക്ഷണം ലഭിച്ചില്ല. ജാതീയമായൊരു വേർതിരിവുകൊണ്ടാണ് അവരെ ട്രീറ്റ് ചെയ്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഏകലവ്യൻ ദ്രോണാചാര്യരുടെ ഒരു പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ എന്ത് ചെയ്തു, അസ്ത്രങ്ങളെയൊക്കെ ചെയ്തു, ആയുർവേദിയെല്ലാം പഠിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോറീസ് എല്ലാം എന്ത് ചെയ്യപ്പെട്ടു, ഈ പറയുന്ന അവരുടെ സ്റ്റാറ്റസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചു. മഹാഭാരതയിലൊക്കെ ഉണ്ടായിരുന്ന സ്റ്റോറീസ് അവരുടെ സ്റ്റാറ്റസ് കാണിക്കാനായിട്ട് അവരെ ഉപയോഗിച്ചു എന്ന് പറയാം. ഇനി നമുക്ക് ഈ ഒരു ഡിവൈൻ സിസ്റ്റം അല്ലെങ്കിൽ എന്താണ് ഈ വർണ്ണ സിസ്റ്റം ഏറ്റവും ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നത്, ഏറ്റവും ശക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് പുരുഷ സൂക്ത ഹൈം ഓഫ് ഋഗ്വേദ. 4 വേദങ്ങളുണ്ടെന്നറിയില്ലേ, ഋഗ്വേദം, സാമവേദം, യജുർവേദം, യജുർവേദം, അഥർവേദം, ഈ 4 വേദങ്ങളാണുള്ളത്. അതിൽ ഫസ്റ്റ് വേദമാണ് എന്ന് പറയുന്നത് ഋഗ്വേദ എന്ന് പറയുന്നത്. ഋഗ്വേദ എന്ന ആ ഒരു വേദത്തിനകത്ത് പുരുഷ സൂക്ത ഹൈം, പുരുഷ സൂക്തം എന്ന് പറഞ്ഞ ആ ഒരു വരിക്കകത്താണ് ആദ്യമായിട്ട് ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറയപ്പെടുന്നത്. 10ാമത്തെ ഗ്രൂപ്പിനകത്തുള്ള പുരുഷ സൂക്ത ഹൈമിനകത്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. വർണ്ണ സിസ്റ്റത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. അത് പ്രകാരം ഇങ്ങനെയാണ് വർണ്ണ സിസ്റ്റം പറയുന്നത്. ദ ബ്രാഹ്മണ വാസ് ഹിസ് മൗത്ത്. ബ്രാഹ്മണൻ ജനിച്ചത് ആരിൽ നിന്നാണ്, ഈ പറയുന്ന ബ്രഹ്മാവിൻ്റെ മൗത്തിൽ നിന്നാണ്. ബ്രഹ്മാവിനെയാണ് നമ്മുടെ ഹിന്ദു മിത്തോളജി പ്രകാരം എന്താണ് ക്രിയേറ്റർ ആയിട്ടില്ലെങ്കിൽ എന്താണ് ആ ഒരു പോസ്റ്റിൽ എഴുതിയിരിക്കുന്ന ക്രിയേറ്റർ അല്ലെങ്കിൽ എന്താണ് പിതാവ് എന്ന് പറഞ്ഞൊരു പോസ്റ്റിൽ നിർത്തിയിരിക്കുന്ന ബ്രഹ്മാവിനെയാണ്. ബ്രഹ്മാവിൻ്റെ മൗത്തിൽ നിന്ന്, വായിൽ നിന്ന് ഉത്ഭവിച്ച ആളാണ് ആയിരുന്നവൻ്റെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ഓഫ് ഹിസ് ഹാൻഡ്സ് വാസ് മേഡ് ദ ക്ഷത്രിയ. കൈകളിൽ നിന്ന് ക്ഷത്രിയനുണ്ടായി. ഹിസ് ടൈറ്റ്സ് ബിക്കേം വൈശ്യ. തുടകളിൽ നിന്നുണ്ടായി വൈശ്യനുണ്ടായി. ഹിസ് ഫീറ്റ് ദ ശൂദ്ര വാസ് ബോൺ. കാലുകളിൽ നിന്നാണ് ആരുണ്ടായത്, ശൂദ്രനുണ്ടായത്. സോ ഈ പറഞ്ഞ മൗത്തിൽ നിന്നും പിന്നെ ആംസിൽ നിന്നും ഈ ടൈറ്റിൽ നിന്നുണ്ടായ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരെ ട്രീറ്റ് ചെയ്യാനുള്ള ആ ഒരു ഭാഗ്യം അല്ലെങ്കിൽ എന്താണ് ട്രീറ്റ് ചെയ്യേണ്ട ഡ്യൂട്ടി ആർക്കുള്ളതാണ്, ഈ പറയുന്ന ശൂദ്രനുള്ളതെന്നാണ് ആര് പറയുന്നത്, പുരുഷ സൂക്തഹായും പറയുന്നത്. അതല്ല ഭാഗ്യം എന്നല്ല, ശരിക്കും ഡ്യൂട്ടി എന്നാണ് പറയുന്നത്. അങ്ങനൊരു തെറ്റായൊരു കാര്യം അല്ല, അങ്ങനൊരു സിസ്റ്റം ആര് ഇംപ്ലിമെൻറ്റ് ചെയ്തു, ഈ പറയുന്ന വർണ്ണ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പുരുഷ സൂക്തഹായും ആര് ഉപയോഗിച്ചു, ഋഗ്വേദത്തിൽ ഈ പുരുഷ സൂക്തഹായമിനെ ബ്രാഹ്മൺസ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇനി നമ്മൾ നോക്കുന്ന ഇന്ത്യൻ കിങ്സ് ഓഫ് നോൺ ക്ഷത്രിയ ഒറിജിൻ. നമ്മൾ പൊതുവെ പറഞ്ഞത് ക്ഷത്രിയന്മാരാണ് രാജാക്കന്മാരെന്നാണ് പറയുന്നത്. ഇനി അതിൽ നിന്ന് മാറിയിട്ട് ഇന്ത്യൻ കിങ്സ് ഓഫ് നോൺ ക്ഷത്രിയ ഒറിജിൻ, നോൺ ക്ഷത്രിയ അല്ലെങ്കിൽ ക്ഷത്രിയന്മാരല്ലാത്ത ഏതൊക്കെ രാജകുമാരാണ് ഇന്ത്യ ഭരിച്ചിരുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. അക്കോർഡിംഗ് ടു ശാസ്ത്രാസ് ഓൺലി ക്ഷത്രിയസ് വെർ സപ്പോസ് ടു ബി ദ കിങ്സ്. ശാസ്ത്രങ്ങളുടെ പ്രകാരം, ധർമ്മശാസ്ത്ര ധർമ്മസൂത്രങ്ങളുടെ പ്രകാരം എന്ത് ചെയ്യണം, ക്ഷത്രിയന്മാരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണെന്ന് പറയുന്നത് കിങ്ഷിപ്പ് എന്ന് പറയുന്നല്ലേ, ക്ഷത്രിയനായിരിക്കണം രാജാവാകേണ്ടതെന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് എനി പേഴ്സൺ ഹു ഈസ് ഏബിൾ ടു മാസ്റ്റർ സപ്പോർട്ട് ആൻഡ് റിസോഴ്സസ് ആൻഡ് നീഡ് നോട്ട് ടു ഡിപ്പെൻഡ് ഓൺ തിയറി ഓഫ് ബർത്ത്. പക്ഷെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, എനി പേഴ്സൺ ഹു ഈസ് ഏബിൾ ടു മാസ്റ്റർ സപ്പോർട്ട് ആൻഡ് റിസോഴ്സസ്, ഏതൊരു വ്യക്തിയും ഹി വാസ് ഏബിൾ ടു മാസ്റ്റർ സപ്പോർട്ട്, ജനങ്ങളുടെ സപ്പോർട്ട് നേടാനും എന്താണ് റിസോഴ്സിനെ, അവർക്കുള്ള റിസോഴ്സിനെ ഉപയോഗിക്കാനും അറിയുന്ന ആൾക്ക് ആ നീഡ് നോട്ട് ടു ഡിപ്പെൻഡ് ഓൺ തിയറി ഓഫ് ബർത്ത്. അങ്ങനെയുള്ള ഒരാളിന് ഒരിക്കലും തിയറി ഓഫ് ബർത്തിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, ഓരോ ആൾക്കാരുടെയും തിയറി ഓഫ് ബർത്ത് അല്ലെങ്കിൽ എന്താണ് ഓരോ ആൾക്കാരും അവർ ജനിച്ചിരുന്ന കാസ്റ്റിനെ ബേസ് ചെയ്താണ് അവർക്ക് ഐഡിയൽ ഒക്കുപ്പേഷൻസ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. ക്ഷത്രിയൻ്റെ ജോലിയാണ് യുദ്ധം ചെയ്യുക, രാജ്യം ഭരിക്കുക, ബ്രാഹ്മണൻ്റെ ജോലിയാണ് യാഗങ്ങൾ നടത്തുക എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മൾ പറയുന്നത്, നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, പ്രാചീന ഇന്ത്യയിൽ കുറേ കാലത്തിന് ശേഷം പ്രാചീന ഇന്ത്യയിലെ ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമൊക്കെ ധർമ്മശാസ്ത്ര ധർമ്മസൂത്രങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൾക്കാരുടെ പോപ്പുലർ സപ്പോർട്ടും ആ റിസോഴ്സിനെ ഉപയോഗിക്കേണ്ട കപ്പാസിറ്റിയും ഉള്ള ഒരാൾ ആര് ഉയർന്നു വന്നാലും അവർക്ക് എന്തിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ബൈ ബർത്ത് എന്ന് പറഞ്ഞ തിയറി അവർ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അവർക്ക് നന്നായിട്ട് രാജ്യം ഭരിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവരുടെ ജനങ്ങൾ എന്തായിട്ട് മാറ്റും, രാജാവായിട്ട് മാറ്റും. ഫോർ എക്സാമ്പിൾ, ദർ ആർ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് റിഗാർഡിംഗ് ദ ഒറിജിൻ ഓഫ് മൗര്യാസ്. നമുക്കിതിനകത്ത് ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന മൗര്യൻ ഹിസ്റ്ററിയാണ്. മൗര്യൻ്റെ ഒറിജിനെ കുറിച്ച് ധാരാളം തിയറീസ് കാണാൻ സാധിക്കും.
Later Buddhist texts suggest that they were Kshatriyas, while the Brahmanical texts described them as the rulers of low origin. ഇതിനകത്ത് നമ്മൾ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ, ബുദ്ധമത ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ പിൽക്കാല ബുദ്ധമത ഗ്രന്ഥങ്ങൾ പറയുന്നത് മൗര്യന്മാരെന്ന് പറയുന്നത് എന്താണ്, ഒരു ക്ഷത്രിയ ഒറിജിനാണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ക്ഷത്രിയന്മാരെന്നാണ് പറയുന്നത്. പക്ഷേ പിൽക്കാലത്ത് വന്ന ബ്രാഹ്മണിക് ടെക്സ്റ്റുകൾ പറയുന്നത്, ബ്രാഹ്മണന്മാരുടെ പുസ്തകങ്ങൾ പറയുന്നത് ദേവർ ലോ കാസ്റ്റ്, അവർ ലോ കാസ്റ്റാണ്, ലോ ഒറിജിനാണെന്നാണ് പറയുന്നത്. അതായത് എന്താണ്, റൂളേഴ്സാണ് ഒരുപാട് ഡൈനാസ്റ്റിക് കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു ബ്രാഹ്മണി കാറ്റഗറി അല്ല എന്നാണ് പറയുന്നത്. അവർ ഈ പറയുന്ന മൈരികളെ വളർത്തുന്ന ഒരു കാറ്റഗറിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് മൗര്യ എന്ന പേര് വരുന്നതെന്ന് പറഞ്ഞ കുറേ തിയറീസ് പിന്നീടുള്ള ചരിത്രകാരന്മാർ പറയുകയുണ്ടായി. എന്തായാലും ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ പ്രകാരം അവർ ബ്രാഹ്മണന്മാരെന്നും ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റ് പ്രകാരം അവർ ലോ കാസ്റ്റ് മൗര്യ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽപ്പെടുന്ന ആൾക്കാരാണെന്നൊക്കെയാണ് നമ്മൾ പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബൈ ബർത്ത് ലോ കാസ്റ്റ് ആണെങ്കിലും അവരുടെ കപ്പാസിറ്റി കൊണ്ട് അവർക്ക് എന്തായിട്ട് മാറാൻ പറ്റും, രാജാവായിട്ട് മാറാൻ പറ്റും. മൗര്യന്മാരുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നന്ദ ഡൈനാസ്റ്റി, അതായത് ബ്രാഹ്മൺ ഡൈനാസ്റ്റി ആയിരുന്നു, അതിനെ ഓവർകം ചെയ്തുകൊണ്ട് വന്നൊരു ഡൈനാസ്റ്റിയാണ് മൗര്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ ബൈ ബർത്തിലൊന്നും ഇവിടെ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് നമ്മൾ കാണിക്കുന്നില്ല എന്ന് പറയാം. ദ ഇമ്മീഡിയറ്റ് സക്സസേഴ്സ് ഓഫ് മൗര്യാസ് വെയർ ശുങ്കാസ് ആൻഡ് കണ്വാസ് ഹു വെയർ ബ്രാഹ്മൺസ്. അതാണ് അവിടുത്തെ ഒരു ടെസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നന്ദാസ് എന്ന ബ്രാഹ്മൺസാണ്. നന്ദാസിന് ശേഷം വരുന്ന കാറ്റഗറിയാണ് മൗര്യാസ്. അവർ നമ്മുടെ ഹിന്ദു മെത്തോളജിയിൽ ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റ് പറയുന്നത് എന്താണ്, അവർ ലോ കാസ്റ്റ് ആണെന്ന്. അപ്പോൾ നമുക്ക് ആ ഒരു ചിത്രം തന്നെ മനസ്സ് വയ്ക്കുക. അപ്പോൾ നമ്മൾ മൗര്യാസ് എന്ന് പറയുന്നത് ഒരു ലോ കാസ്റ്റ് ഒറിജിൻ ആണെങ്കിലും ദ ഇമ്മീഡിയറ്റ് സക്സസേഴ്സ് ഓഫ് മൗര്യാസ്, മൗര്യന്മാരുടെ ഇമ്മീഡിയറ്റ് സക്സസേഴ്സ് അല്ലെങ്കിൽ അവരെ പിന്തുടർന്ന് പെട്ടെന്ന് അധികാരത്തിൽ വന്ന ആൾക്കാരാണ് ശുങ്കാസ്. ദെൻ അടുത്ത ഗ്രൂപ്പാണ് കണ്വാസ്. ശുങ്കാസും കണ്വാസും ഈ പറഞ്ഞ രണ്ട് ആൾക്കാർ. പുഷ്യമിത്ര ശുങ്കൻ എന്ന് പറയുന്ന ശുങ്കരാജാവ്, അയാളാണ് ആദ്യത്തെ ശുങ്കരാജാവ്. അയാൾ അവസാനത്തെ രാജാവ് എന്ന മൗര്യ രാജാവിൻ ബൃഹദ്രഥനെ കൊന്നുകൊണ്ടാണ് ഇദ്ദേഹം ശുങ്കരാജവംശം സ്ഥാപിക്കുന്നത്. ഈ ശുങ്കരാജവംശത്തിന് ശേഷം പിന്നെ വരുന്ന ആ ഗ്രൂപ്പാണ് കണ്വാസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. ഇവർ രണ്ടാൾക്കാരും എന്താണ്, ബ്രാഹ്മൺസാണ്, ബ്രാഹ്മൺ ഒറിജിനാണ്. Then the Satavahana king Gautamiputra Satakarni claimed to be Brahman and destroyer of Kshatriya's pride. ഇനി നമ്മുടെ ശതവാഹന രാജാവ് ഗൗതമിപുത്ര ശതകർണി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗൗതമിപുത്ര ശതകർണി എന്ന് പറയുന്ന രാജാവ് ഹി ക്ലെയിം ടു ബി ബ്രാഹ്മൺ. അയാൾ എന്തായിട്ടാണ് ക്ലെയിം ചെയ്യുന്നത്, ബ്രാഹ്മണായിട്ട് ക്ലെയിം ചെയ്യുന്നു. ആൻഡ് ഓൾസോ ദ ഡിസ്ട്രോയർ ഓഫ് ക്ഷത്രിയാസ് പ്രൈഡ്. ക്ഷത്രിയാസ് പ്രൈഡിനെ അല്ലെങ്കിൽ ക്ഷത്രിയന്മാരുടെ യശസ്സിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ അതിനെ കീഴ്പ്പെടുത്തുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ബ്രാഹ്മൺ ഒറിജിൻ ക്ലെയിം ചെയ്യുന്ന ആളാണ്. He also claimed to have ensured that there was no intermarriage among members of four varnas. അതൊരു കാര്യം കൂടെ ക്ലെയിം ചെയ്യുന്നുണ്ട്. He ensured that there was no intermarriage between the four varnas. ഈ 4 വർണ്ണങ്ങളിൽ തമ്മിലുള്ള ആൾക്കാരുമായിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഇന്റർ മാരേജ് നടത്താൻ പാടില്ല. അതായത് ബ്രാഹ്മൺ ക്ഷത്രിയൻ തമ്മിലുള്ള മാരേജ് നടത്താൻ പാടില്ല, വൈശ്യാസും ശൂദ്രാസും തമ്മിൽ നടത്താൻ പാടില്ല, വൈശ്യാസും ബ്രാഹ്മൺസും തമ്മിൽ നടത്താൻ പാടില്ല. അങ്ങോട്ട് ഇന്റർ മാരേജ് എമംഗ് ദ ഫോർ ഗ്രൂപ്പ്സ്. ഈ 4 വർണ്ണത്തിലെ ആൾക്കാർ തമ്മിലുള്ള വിവാഹം നടത്താൻ പാടില്ല എന്നാണ് ആര് പറഞ്ഞത്, ഈ പറയുന്ന ഗൗതമിപുത്ര ശതകർണി പറയുന്നത്. ബട്ട് ഹി ഹിംസെൽഫ് എൻറ്റേർഡ് ഇൻ ദ മാരേജ് അലയൻസ് വിത്ത് ദ സ്കിൻ ഓഫ് രുദ്രാമൻ. പക്ഷെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അയാളുടെ കാര്യം വന്നപ്പോഴേക്കും എന്ത് കിട്ടും, ഹി ഹിംസെൽഫ് എൻറ്റേർഡ് ടു മാരേജ് അലയൻസ് വിത്ത് ദ സ്കിൻ ഓഫ് രുദ്രാമൻ. രുദ്രാമൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ വംശമായിട്ട് ഇയാൾ ഇതിൽപ്പെട്ട ഒരു വിവാഹം നടത്തിയതായിട്ട് പറയുന്നുണ്ട്. ബ്രാഹ്മൺ ഒറിജിനൊന്നുമല്ല. അപ്പോൾ അയാളുമായിട്ടൊരു അല്ലെങ്കിൽ അയാളുടെ കുടുംബമായിട്ടൊരു മാരേജ് നടത്തിയതിനെക്കുറിച്ച് ഇതിനകത്ത് പറയുന്ന ഒരു ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. For this example, we can assume that integration within the framework caste was often a complicated process. ഈ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇൻ്റഗ്രേഷൻ വിത്തിൻ ദ ഫ്രെയിംവർക്ക്. ഈ പറയുന്നത് ഇൻ്റഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂടിച്ചേരൽ. അപ്പോൾ ഈ പറയുന്ന ഒരു കൂടിച്ചേരലിൽ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദ ഫ്രെയിംവർക്ക് കാസ്റ്റ് വാസ് ഓഫൻ എ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ്. കാസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കരമായൊരു കോംപ്ലിക്കേഷനുള്ള പ്രോസസ്സാണ്. ശതവാനാസ് ക്ലെയിം ടു ബി ബ്രാഹ്മണാസ്. ശതവാനാസ് എന്തായിട്ട് ക്ലെയിം ചെയ്യുന്നു, ബ്രാഹ്മൺസായിട്ട് ക്ലെയിം ചെയ്യുന്നു. whereas according to ബ്രാഹ്മണ കിങ്സ് ought to have been ക്ഷത്രിയസ്. പക്ഷേ ബ്രാഹ്മണന്മാർ പറയുന്നത് എന്താണ്, കിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആരായിരിക്കണം, ക്ഷത്രിയസ് എന്നാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും മൊത്തത്തിൽ കോംപ്ലിക്കേഷനുള്ള സാധനമാണ് എന്ന് പറയാം, കാസ്റ്റ് എന്ന് പറയാം. ദേ ക്ലെയിം ടു അപ്ഹോൾഡ് ദ ഫോർഫോൾഡ് വർണ്ണാസ് ഓർഡർ. അവരെന്ത് പറയുന്നുണ്ട്, ഈ ഫോർഫോൾഡ് വർണ്ണ ഈ ചാതുർവർണ്ണ സിസ്റ്റത്തെ അതേപോലെ തന്നെ ഫോളോ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ബട്ട് എൻറ്റേർഡ് ഇൻ മാരേജ് അറേഞ്ച് വിത്ത് ദി പീപ്പിൾ ഓഫ് അതർ കാസ്റ്റ്.
അങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എന്താണ് അവർ ഇന്റർ കാസ്റ്റ് മാരേജ് നടത്തുകയും ചെയ്തത്. ബിസൈഡ്സ് ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റ് പ്രിസ്ക്രൈബ്ഡ് എക്സോഗമി ബട്ട് ദ ശതവാനാസ് പ്രാക്ടീസ് എൻഡോഗമി. ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റ് പ്രകാരം അവരെന്തിനെക്കുറിച്ച് എക്സോഗമിയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ശതവാനാസ് പ്രാക്ടീസ്ഡ് എൻഡോഗമി. എക്സോഗമി എൻഡോഗമി എന്തൊക്കെയാണെന്ന് നമ്മൾക്കറിയാം. എക്സോഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സ്വന്തം വർഗത്തിൽ നിന്നുള്ള വിവാഹത്തെയാണ് എക്സോഗമി. അതിനെ പ്രിസ്ക്രൈബ് ചെയ്തതാണ് ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റുകൾ. അതായത് സ്വവർഗ വിവാഹത്തെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. പക്ഷേ ശതവാനാസ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നതായിരുന്നു എൻഡോഗമി ആയിരുന്നു എന്ന് പറഞ്ഞു. എൻഡോഗമി അല്ലെങ്കിൽ എന്താണ്, മറ്റുള്ള കാസ്റ്റുകളിൽ നിന്ന് വിവാഹം കഴിയുന്ന സമ്പ്രദായത്തെ സപ്പോർട്ട് ചെയ്തിരുന്നു ആരെന്ന് പറഞ്ഞ ശതവാനാസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ പാഠഭാഗത്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.